ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ ഉണക്കക്കപ്പ കൊണ്ടൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ അരിഞ്ഞ് ഉണക്കിയതാണിത്. ഇത് ഞാനൊരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അങ്ങനെ വേണം നമ്മളിത് എടുക്കാൻ. അന്നേരം നമ്മൾ ഇതുപോലെ കണ്ടോ ഒടിഞ്ഞു വരും. ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് ഒടിച്ചെടുക്കാതെ കുതിർന്ന് കഴിയുമ്പം ഇതുപോലെ ഒരു 4 പീസാക്കി നമ്മളിങ്ങനെ മുറിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് ഉപ്പിട്ട് വേവിച്ച് എടുക്കണേ. ഇതെല്ലാം ഇതുപോലെ മുറിച്ച് നമുക്ക് എടുക്കണം. ഇത് 4 മണിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചിലപ്പം ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് തരത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിഷസിനോടൊക്കെ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നുമില്ലേ? നമ്മൾ കുഞ്ഞുനാൾ കഴിച്ച ആഹാരത്തോടൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നത്തില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിഷാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ ബാക്കി. ഞാൻ ആ കപ്പയെല്ലാം ഇതുപോലത്തെ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ കപ്പ അതിനകത്തിട്ട് ഉപ്പിട്ട് വേവിക്കണേ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇതുപോലൊരു പാത്രം എടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ കപ്പ 1-2 പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കണേ. ആ വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കത്തില്ലേ, അതിന് ശേഷം നമ്മൾ നന്നായിട്ട് 1-2 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് വേണം ഇതുപോലെ പീസാക്കി ഇടാൻ. ഇനി ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയും കൊടുത്തേക്കണേ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ കപ്പയുടെ നന്നായിട്ട് വെന്ത് കേട്ടോ. ഇനി ഇത് വെള്ളം ഇങ്ങനെ ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കാം. ഈ കപ്പ ഒരു സ്വല്പം ഇങ്ങനെ മാറ്റി കൊടുക്കണേ. മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് തേങ്ങ തിരിങ്ങിയത് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം. ഈ തേങ്ങ കുറച്ച് കൂടുതൽ വേണം കേട്ടോ, എന്നാലേ ആ കപ്പയ്ക്ക് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത്, തേങ്ങ എത്രത്തോളം ഇടുന്നു അത്രയും ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം ഒരു 2 മിനിറ്റ് സിമ്മിൽ. ഗ്യാസ് ഞാൻ കത്തിച്ചിട്ടുണ്ട്. സിമ്മിലിത് ആ തേങ്ങ ഒന്ന് വേവണം. ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. നല്ല ജ്യൂസി ആയിട്ടുള്ള തേങ്ങ ഏതിന് നല്ലത്. നമ്മൾ തിരിങ്ങുമ്പോൾ തേങ്ങാപ്പാൽ ഇങ്ങനെ കാണത്തില്ലേ, നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തേങ്ങാപ്പാൽ വരുന്ന പോലെ, അതുപോലത്തെ ജ്യൂസി ആയിട്ടുള്ള തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാവേ. ഉണ്ടോ, ആവിയൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തേങ്ങ ഇതിനകത്ത് ഒന്ന് വേവണം. അന്നേരം ആ തേങ്ങാപ്പാലൊക്കെ ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സിമ്മിൽ 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് വെക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്യാൻ. ഇനി 1 മിനിറ്റ് കൂടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കാവേ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റുള്ള ഒരു കപ്പ കൊണ്ടുള്ള ഒരു വിഭവമാണിത്. ഇത് സാധാരണ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതല്ല. ഞങ്ങളുടെ ചെറുപ്പത്തിൽ അമ്മയൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പം ഓർത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കാവുന്ന ഒരു തോന്നൽ എനിക്ക് ഉണ്ടായത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ കൊണ്ടുള്ള ഒരു ഡിഷാണ് ഇത് കേട്ടോ. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക്